നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയും സഹോദരിയും കുറ്റക്കാർ. ഹോസ്ദുർഗ് കോടതിയുടെ ശിക്ഷാവിധിയുടൻ കോടതി പരിഗണിച്ചത് ശാസ്ത്രീയ തെളിവുകളടക്കം 117 രേഖകൾ. അപകടക്കെണിയായി റോഡുകൾ. കൊല്ലമോയൂരിൽ നിയന്ത്രണം തെറ്റിയ കാറിടിച്ചു കയറി 2 മരണം. കണ്ണൂർ തളിപ്പറമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളികൾക്ക് പരുക്ക്. തിരുവല്ലയിൽ 2ഇടത്തായി ലോറികൾ മറിഞ്ഞു. തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവും യുവതിയും മരിച്ച സംഭവത്തിൽ ദുരൂഹത. മീനാക്ഷിയെ കൊന്ന ശേഷം ശിവഘോഷ് തൂങ്ങി മരിച്ചെന്ന നിഗമനം. മൃതദേഹം കണ്ടത് ശിവഘോഷിന്റെ വീട്ടിൽ. തിരുവനന്തപുരത്ത് പോലീസുകാരനെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് പാറാട്ടുകോണം സ്വദേശി സജീവ്. വധശ്രമത്തിന് പിന്നിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിലെ തർക്കം. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. പാലക്കാട് തെത്താലയിൽ പന്നിക്കൂട്ടം നെൽകൃഷി നശിപ്പിച്ചു. അടിമാലി പീച്ചാട് മേഖലയിൽ ആശങ്കയായി കുട്ടിക്കൊമ്പൻ. സംസ്ഥാനത്ത് റബ്ബർ വില ഇടിയുന്നു. കടുത്ത ദുരിതത്തിൽ കർഷകർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി നോക്കാം. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി. പ്രതി കൊടക് സ്വദേശി PA സലീം, സഹോദരി സുവൈബ എന്നിവർ കുറ്റക്കാരാണെന്ന് ഹോസ്ദുർഗ് കോടതിയാണ് വിധിച്ചത്. 2024 മെയ് 15 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. കേസിൽ 60 സാക്ഷികളെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകളടക്കം 117 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ കേസിൽ 2ാം പ്രതിയാണ്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട്. കൊല്ലമോയൂരിൽ നിയന്ത്രണം തെറ്റിയ കാറിടിച്ചു കയറി 2 മരണം. റോഡുവിള സ്വദേശി മുഹമ്മദ് അലി, കരിങ്ങന്നൂർ സ്വദേശി അമ്പാടി സുരേഷ് എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അഹ്സൻ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. പത്തനംതിട്ട തിരുവല്ലയിൽ 2ഇടത്തായി ലോറികൾ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ പൊടിയാടിയിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെ പുതിയ തോടിന് കുറുകെയുള്ള പാലത്തിലായിരുന്നു ആദ്യ അപകടം. മൈദയുമായി പോവുകയായിരുന്ന ലോറി പാലത്തിന്റെ കൈവരി തകർത്ത് തോട്ടിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. സമീപവാസികളും പുളിക്കീഴ് പോലീസും ചേർന്ന് ക്യാബിനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഡ്രൈവറെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. MC റോഡിൽ തിരുവല്ല മുഴുവങ്ങാട് ചിറയിൽ തടി കയറ്റി വന്ന ലോറിയും റോഡിൽ തലകീഴായി മറിഞ്ഞു. ക്രെയിൻ എത്തിച്ച് തടികൾ നീക്കിയ ശേഷമാണ് റോഡിൽ നിന്നും ലോറി മാറ്റിയത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം MC റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. കണ്ണൂർ തളിപ്പറമ്പിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ്സിടിച്ച് അതിഥി തൊഴിലാളികൾക്ക് പരുക്ക്. 3 അതിഥി തൊഴിലാളികളെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. തളിപ്പറമ്പ് ദേശീയപാതയിൽ ആലിംഗിയിൽ തിയേറ്ററിന് മുന്നിലാണ് അപകടം നടന്നത്. 3 പേരും രാവിലെ റോഡരികിലൂടെ നടന്ന് ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്ന തബു ബസ്സാണ് അപകടമുണ്ടാക്കിയത്. പരിക്കേറ്റ തൊഴിലാളികളുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. റബ്ബർ കർഷകർക്ക് ഇത് ദുരിതകാലം. റബ്ബറിൽ നിന്ന് ഏറ്റവും അധികം വരുമാനം ലഭിക്കേണ്ട സമയമായിട്ടും ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വില ലഭിക്കാത്തതാണ് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. 190 മുതൽ 200 രൂപ വരെയാണ് 1 കിലോ റബ്ബറിന്റെ ഇപ്പോഴത്തെ വിപണി വില. ജോലിക്കൂലിയും മറ്റു വസ്തുക്കളുടെ ചെലവുകളും കണക്കാക്കുമ്പോൾ കിലോയ്ക്ക് 300 രൂപയിലധികം വില ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാവൂ എന്ന് റബ്ബർ കർഷകർ പറയുന്നു. ഇപ്പോൾ ഒരു രീതിയിലും മുതലാകാത്ത രീതിയിലാണ് റബ്ബർ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും കൂലിക്ക് വെട്ടാനാളില്ല. കൂലിക്ക് കൊടുത്താൽ തന്നെ അത് കൂലിക്ക് കൊടുത്തിട്ട് ബാക്കി മീതിയൊന്നും കർഷകന് കിട്ടാനില്ല. എല്ലാ രീതിയിലും റബ്ബർ കർഷകൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ രീതിയിലും ആകെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. റബ്ബറിനാണെങ്കിൽ വില കയറുമെന്ന് പറയുന്നുണ്ടോ, അല്ലാതെ ഒരു കാരണവശാലും റബ്ബറിന് വില കയറുന്നില്ല. ഇങ്ങനെ വില താഴ്ന്നു കൊടുക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വില അനക്കം വരും, അതുപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് വരും. കൃഷിക്കാരനെ സംബന്ധിച്ച് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു 10-300 രൂപയെങ്കിലും റബ്ബറിന് വില കിട്ടിയെങ്കിലേ റബ്ബർ കൃഷിയും കൊണ്ട് കർഷകന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലരും റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റു പല കൃഷികളിലേക്കും മാറുന്നുണ്ട്. കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലിച്ചെലവ് കഴിഞ്ഞ് കർഷകനൊന്നും ബാക്കിയില്ല.
വില കുറഞ്ഞ് വരുമാനം നിലച്ചതോടെ തോട്ടങ്ങൾ പലരും തെളിക്കാറുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുണ്ടായാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവൂ. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്ത് സ്കൂട്ടറിലിടിച്ച് യുവാവിന് പരിക്ക്. കുളത്തൂപ്പുഴ കൈതക്കാട് സ്വദേശി തൗഫീഖാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ യുവാവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി കുളത്തൂപ്പുഴ ടൗണിനോട് ചേർന്ന് കാട്ടുപോത്തുകൾ കൂട്ടമായി ഇറങ്ങിയിരുന്നു. തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ഉടുമ്പന്നൂർ പാറേക്കവല സ്വദേശി ശിവഘോഷ്, പാറത്തോട് സ്വദേശി മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. മീനാക്ഷിയെ കൊന്ന ശേഷം ശിവഘോഷ് തൂങ്ങി മരിച്ചെന്നാണ് നിഗമനം. ശിവഘോഷിന്റെ വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ശിവഘോഷിന്റെ മൃതദേഹം കിടപ്പുമുറിയിലും മീനാക്ഷിയുടേത് ശുചിമുറിയിലുമാണ് കണ്ടെത്തിയത്. മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. പാലക്കാട് തൃത്താലയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത്. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. തൃത്താല മേഖലയിലെ പാടശേഖരങ്ങളിലാണ് കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് പുറമെയാണ് കാട്ടുപന്നി ശല്യം കർഷകരെ വലയ്ക്കുന്നത്. കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് പതിവാണ്. ടത്കോൽ നാട്ടി പ്ലാസ്റ്റിക് കവർ ചുറ്റിയുമൊക്കെ പന്നിയെ അകറ്റാൻ തങ്ങളാൽ കഴിയും വിധം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. തൃത്താല മങ്ങാരം പാടശേഖരത്തെ ഒരേക്കറിൽ വരുന്ന 10ലധികം കർഷകരുടെ കതിരുവരാറായ നെൽച്ചെടികളാണ് വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഒരാഴ്ച മുമ്പ് ഞാറുനട്ട ഇടങ്ങളിൽ കാട്ടുപന്നികൾ കുത്തിനിരത്തിയും നാശനഷ്ടം വരുത്തിയിട്ടുമുണ്ട്. നെല്ല് വിളവ് കിട്ടേണ്ട ഒരു സമയമാണ് ഈ സമയം. ഈ സമയത്ത് ഈ ഒരാഴ്ചയുള്ളിൽ ഉണ്ടായ അനുഭവമാണ് ഈ പന്നികളുടെ ശല്യം. നമ്മളെ കയ്യിൽ ഒരു കിട്ടിയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മൾ കണ്ണുകൊണ്ട് നശിച്ചുപോയി ഒരു ഗതികേട് കാണുന്നത്. എത്രമാത്രം ഇത് മുന്നോട്ട് പോയി പ്രതീക്ഷയാണ്. അല്ലെങ്കിലോ നെല്ലിന് പൈസ കിട്ടുന്നില്ല. പുറമെ നമ്മൾ ആ സ്നേഹം കൊണ്ട് ഒരു വിളവുണ്ടാക്കിയിരിക്കുക, ഈ വിത്തിനെ ഒരു സ്നേഹിച്ച കാരണം. അത് ഇത്തരത്തിലുള്ള പന്നികളുടെ ശല്യം, അനുഭവത്തിൽ എത്തിയുള്ള സാധനം കയ്യിൽ നിന്ന് പോവുക, ഒരുപാട് കേടുകൾ വാരിപ്പോകുന്നതുപോലെ സാധനങ്ങൾ. കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് കാട്ടുപന്നികളുടെ താവളം. കാട് വെട്ടിമാറ്റി കമ്പിവേലികൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. കൃഷിക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാകുന്നുണ്ട് കാട്ടുപന്നികൾ. പന്നിശല്യം കുറയ്ക്കാൻ അടിയന്തര ഇടപെടൽ തേടുകയാണ് കർഷകർ. ന്യൂസ് 18 തൃത്താല. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്ലാമല പീച്ചാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ദിവസങ്ങളായി ആനപ്രദേശത്ത് നാശമുണ്ടാക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ശല്യക്കാരനായ കുട്ടിക്കൊമ്പനെ നാട് കടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്ലാമല പീച്ചാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിക്കൊമ്പൻ നാശം വിതയ്ക്കുമ്പോഴും വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പ്ലാമലയിൽ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീ താഴ്ചയിലേക്ക് വീണ് പരിക്കേറ്റെങ്കിലും ജീവൻ തിരികെ കിട്ടി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനയുടെ ആക്രമണമുണ്ടെന്നും ഭയത്തോടെയാണ് കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ആനശല്യം രൂക്ഷമാണ്. ഒറ്റയാന വന്നിട്ട് ഇവിടെ ഒറ്റയാന വന്നിട്ട് ദേ മുറ്റത്ത് നിൽക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ എന്നതായി കാണിച്ചു വെച്ചേക്കുന്നത്. മുറ്റത്തും നിൽക്കുന്നു. ഇവിടെ അടുത്തുള്ള വീടുകൾക്കും താമസിക്കാൻ പറ്റത്തില്ല. അതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ദേ ഈ കൊച്ചുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കാൻ ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. 40ഓളം കുടുംബങ്ങളാണ് പീച്ചാട് മ്ലാമല മേഖലയിലുള്ളത്. രോഗികളും പ്രായമേറിയവരുമൊക്കെ എല്ലാ വീടുകളിലുമുണ്ട്. ആനയുടെ ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. ശല്യക്കാരനായ ആനയെ മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ ജനകീയ സമരം നടത്തുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 അടിമാലി. ഏക ആശ്രയമായിരുന്ന മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിലെ സ്കൂൾ വാഹനം കേടായതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. 112 വിദ്യാർത്ഥികളാണ് LKG, UKG, LP, UP ക്ലാസുകളിലായി ഇവിടെ പഠിക്കുന്നത്. 30ലധികം ഇതര സംസ്ഥാന കുട്ടികളും പഠനത്തിനായി എത്തുന്നുണ്ട്. രാജ്യസഭാ MP ആയിരുന്ന PR രാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2011-12 അനുവദിച്ച വാഹനമാണ് ഇപ്പോൾ കേടായത്. കഴിഞ്ഞ 13 വർഷമായി അധ്യാപകരും PTA ചേർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി സ്കൂൾ വാഹനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. 14 വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് കേടായത്. ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് 92,000 രൂപ മുടക്കി വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളും ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ളവ എടുത്ത് വാഹനം റോഡിലിറക്കിയിരുന്നു. എന്നാൽ 1 മാസത്തിന് ശേഷം വാഹനം വീണ്ടും കേടായി.
2023 70,000 രൂപയും 2024 75,000 രൂപയും മുടക്കി വാഹനം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. അധികൃതർ എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ഇപ്പോൾ ഈ ബസ് ഒരു തരത്തിലും വർക്ക് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട MLA ഡോക്ടർ മാത്യു കുലനാടനോടും അതുപോലെ MP ഡീൻ കുര്യാക്കോസ് സാറിനോടും അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഈ വാർത്ത കേൾക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ അടിയന്തരമായി ഈ സ്കൂളിന് ഒരു ബസ് അനുവദിക്കാൻ നടപടി എടുക്കണമെന്ന് ഇവിടെ വിനീതമായി ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ടൗൺ UP സ്കൂളിൽ നിലവിൽ ഓട്ടോറിക്ഷകളിലും മറ്റുമാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തെങ്കിലും സ്കൂൾ വാഹനം ഇല്ലാതായതോടെ പലരും സ്കൂൾ മാറി. ദിവസേന 2 ട്രിപ്പാണ് വാഹനം സർവീസ് നടത്തിയിരുന്നത്. ഇത് മുടങ്ങിയതോടെ വലിയ ദുരിതത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ജനപ്രതിനിധികൾക്കും അധികൃതർക്കും നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 മൂവാറ്റുപുഴ. തിരുവനന്തപുരത്ത് പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ച ആൾ പിടിയിൽ. വലിയതുറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ മനുവിനാണ് കുത്തേറ്റത്. തിരുവനന്തപുരം പാറാട്ടുകോണം സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. വയറ്റിൽ കുത്തേറ്റ മനു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെറ്റിയിൽ വെട്ടേറ്റിട്ടുമുണ്ട്. വീടിനു മുന്നിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. കൊച്ചി മെട്രോയുടെ വയഡക്റ്റിന്റെ മുകളിൽ കൂടി ഇടപ്പള്ളി അരൂർ ഫ്ലൈഓവർ കടന്നുപോകുമെന്ന് പുതുക്കിയ DPR. അതനുസരിച്ച് ഉയരപാത നിർമ്മിക്കുന്നത് 30 മീറ്റർ ഉയരത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഇടപ്പള്ളി മുതൽ അരൂർ വരെ ഉയരപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയതെന്നാണ് വിവരം. റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പാലാരിവട്ടം ബൈപ്പാസിൽ നിർദ്ദിഷ്ട മെട്രോയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന വിധത്തിലാണ് ആകാശപാത നിർമ്മിക്കുന്നത്. മെട്രോ 2ാം ഘട്ടം പരിഗണിക്കാതെയുള്ള DPR ആണ് നേരത്തെ തയ്യാറാക്കിയിരുന്നത്. പുതുക്കി സമർപ്പിക്കാൻ NHAI നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പുതിയ DPR. ഉയരപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയെന്ന് ഹൈബിയുടെ MPയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇടപ്പള്ളി വരാപ്പുഴ പറവൂർ കൊടുങ്ങല്ലൂർ ദേശീയപാത പുനർനിർമ്മിക്കണമെന്നും ഇടപ്പള്ളി മുതൽ അരൂർ വരെ ആകാശപാതയ്ക്കുള്ള DPR തയ്യാറാക്കൽ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്നും ഗഡ്കരിയോട് MP ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. തറനിരപ്പിൽ നിന്നും 30 മീറ്ററിലധികം ഉയരത്തിലായിരിക്കും ആകാശപാത നിർമ്മിക്കുക. ഇടപ്പള്ളി ഒബ്രോൺ മോൾ മുതൽ അരൂർ ജംഗ്ഷൻ വരെ 16.294 കിലോമീറ്ററിലാണ് ആകാശപാത. നിലവിൽ തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്ററിൽ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 67% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ജനുവരിയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. കലൂർ ജയനൽ സ്റ്റേഡിയം, കാക്കനാട് ഇൻഫോ പാർക്ക് റൂട്ടിലെ മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമേ ഉയരപാതയെക്കുറിച്ച് ചിന്തിക്കാനാകൂ. 3600 കോടി രൂപയായിരുന്നു ആദ്യ റിപ്പോർട്ട് പ്രകാരം പദ്ധതി ചെലവ്. NH 66 ബൈപ്പാസ് ഭാഗത്തോട് സമാന്തരമായി ഫ്ലൈഓവർ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പരിഷ്കരിച്ച DPR ഇപ്പോൾ NHAI പഠനവിധേയമാണ്. തറനിരപ്പിൽ നിന്നും 30 മീറ്റർ ഉയരത്തിലാണ് ഉയരപാത വരുന്നത്. NH 66 6 വരിപ്പാതയായി ഒരുങ്ങുമ്പോൾ ഇടപ്പള്ളി അരൂർ ദേശീയപാത എങ്ങനെയാകുമെന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആത്മ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലെ കളിപ്പാട്ട വണ്ടി ശേഖരം മുതൽ KSRTCയുടെ പുത്തൻ ബസ്സുകൾ വരെ ഉൾപ്പെടുത്തി ഒരു മോട്ടോ എക്സ്പോ. വാഹനപ്രേമികൾക്കും ആനവണ്ടിയുടെ ആരാധകർക്കും ഒരുപോലെ ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ മോട്ടോ എക്സ്പോയിലുള്ളത്. KSRTCയുടെ മുഖമുന്നിക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് എത്തിച്ച ബസ്സുകളാണ് നമുക്ക് മുൻപിൽ കാണുന്നത്. ഇവ നിരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് KSRTC. KB ഗണേഷ് കുമാറിന്റെ കളിപ്പാട്ട വണ്ടി ഭ്രമം പ്രശസ്തമാണ്. കളിപ്പാട്ട വണ്ടികളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് മന്ത്രിക്ക്. വിദേശത്ത് നിന്ന് വരുന്ന സുഹൃത്തുക്കളോട് സമ്മാനമായി ചോദിച്ചു വാങ്ങുന്നതും ഇവയാണ്. മോട്ടോ എക്സ്പോയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഗണേഷ് കുമാറിന്റെ കളിപ്പാട്ട വണ്ടി ശേഖരമാണ്. $143 പുതിയ ബസ്സുകളാണ് KSRTCക്കായി വാങ്ങിയിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക്, പ്രീമിയം സീറ്റർ, സ്ലീപ്പർ, സീറ്റർ കം സ്ലീപ്പർ, ഓർഡിനറി സർവീസുകളായി ഇവ നിരത്തിലിറങ്ങും. KSRTCയുടെ പുത്തൻ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പടം പിടിക്കാനും ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങൾ അടുത്തറിയാനും എക്സ്പോ അവസരമൊരുക്കുന്നു.
ഇത് വണ്ടിയുടെ ഫുൾ വയറിംഗ് സിസ്റ്റമാണ്. ഇത് നമ്മൾ ബാറ്ററി കട്ട് ഓഫിൽ നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങി സ്റ്റാർട്ടർ, ആൾട്ടർനേറ്റർ വെച്ചാണ് ബാറ്ററി നമ്മൾ തിരിച്ച് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം മീറ്ററുകളാണ്, ആംബിയർ മീറ്റർ. ഇത് ടാറ്റയുടെ ഇല്ലിയൻ പമ്പ് മോഡൽ എഞ്ചിനാണ്. ഇത് വന്നിട്ട് ഇതിന്റെ പമ്പാണ്, ഡീസൽ പമ്പ്, FI പമ്പ് എന്ന് പറയും. ഇതിൽ 6 നോസിൽ കൊടുക്കാനുള്ള ഡെലിവറി പൈപ്പ് കൊടുക്കാൻ പറ്റും. ഈ 6 നിന്നും ഡെലിവറി പൈപ്പ് കൊടുത്ത് ഇതാണ് ഇതിന്റെ ആട്ടോമീറ്റർ. ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കും. ഇതിൽ നിന്നും ഡീസൽ പ്രഷറിൽ ഡെലിവറി പൈപ്പ് വഴി വരികയും ഈ പിസ്റ്റണിൽ ഓരോ ടൈമിംഗ് ഉണ്ട്, ഫയറിംഗ് ഉള്ള. ആ ടൈമിൽ ഡീസൽ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടായിട്ട് ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പവർ ഉണ്ടായി. ആ പവറിന്റെ സഹായത്തോടെ പിസ്റ്റൺ പുറത്തോട്ട് ചാടും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പിസ്റ്റൺ ചാടപ്പോൾ ഇവിടെ മുകളിലോട്ട് ഇല്ലേൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എന്ന് പറഞ്ഞാൽ ആ മോഷനെ ഇവിടെ റോട്ടറി മോഷൻ ആക്കും. ഇത് ക്രാങ്ക് റോട്ടറി മോഷൻ. ആ ക്രാങ്ക് നേരെ ഡ്രൈവ് 5 കൊടുക്കും. 5 നേരെ ഗിയർ ബോക്സ് വഴി ജോയിന്റ് വഴി വണ്ടി ബാക്കിലോട്ട് പോയി വണ്ടി മൂവിങ് ആവും. സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അമിത നിരക്ക് ഈടാക്കിയെന്നാരോപിച്ച് വർക്കലയിൽ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. വർക്കല കുരക്കണ്ണി തൃക്കേട്ടയിൽ സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. വർക്കല പാപനാശം കൊച്ചുവിള ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനവുമായി സവാരി കാത്തു കിടക്കവേ കാറിലെത്തിയാണ് അക്രമികൾ ഹൃദ്രോഗിയായ സുനിൽകുമാറിനെ മർദ്ദിച്ചത്. സുനിൽകുമാറിന്റെ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ 100 രൂപ കൂലി വാങ്ങിയത് കൂടിപ്പോയെന്ന് പറഞ്ഞ് ആദ്യം ഒരാൾ ചോദ്യം ചെയ്യുകയും പിന്നീട് മർദ്ദിക്കുകയുമായിരുന്നു. ഒരാൾ നേരിട്ട് പരിചയമുള്ള ആളാണെന്നും ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും സുനിൽകുമാർ പറഞ്ഞു. വണ്ടി സ്റ്റാൻഡ് ഇട്ടിരുമ്പോൾ വണ്ടി വന്ന് കുറുക്കിയിട്ട് പിന്നെ 3 പേരായിട്ട് ഇടിച്ച് നിരാശയാണ് മെയിനായിട്ട് ഇടിച്ചത്. അവൻ്റെ കൂടെ ഉള്ളവരും 3 പേരുണ്ടായിരുന്നു. അവനെ കണ്ടാലേ അറിയാത്തത്, അതുകൊണ്ട് എന്നെ പോലെ ഇടിച്ച്. മർദ്ദനത്തിൽ പരിക്കേറ്റ് അവശനിലയിലായ സുനിൽകുമാറിനെ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുനിൽകുമാറിന്റെ പരാതിയിൽ വർക്കല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ദേശീയപാത മലപ്പുറം കുറ്റിപ്പുറത്തും വട്ടപ്പാറയിലും അപകടങ്ങൾ പതിവാകുന്നു. വേണ്ട സുരക്ഷാ ബോർഡുകൾ പാതയിൽ ഇല്ലാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുറ്റിപ്പുറത്ത് 50ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ദേശീയപാതയിൽ കുറ്റിപ്പുറത്തും വട്ടപ്പാറയിലും വാഹനാപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞ് കുറ്റിപ്പുറത്ത് 50ഓളം പേർക്കാണ് പരിക്കേറ്റത്. വേണ്ടത്ര സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അപകടത്തെ തുടർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം സ്പീഡ് ബ്രേക്കറുകൾ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന പാതകളിൽ സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. വട്ടപ്പാറയിലും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയാണ്. അമിത വേഗതയും അപകട കാരണമാകുന്നുണ്ട്. പാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. നോക്കിയാലും ഇവിടെ വണ്ടികൾ എന്നും ആക്സിഡന്റ് ആയിട്ട് കിടക്കും. എന്തെങ്കിലും അവിടെ ആക്സിഡന്റ് ആവും, അല്ല ഇവിടെ ആക്സിഡന്റ് ആവും. ഈ വണ്ടികൾ വന്ന് കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ്. ഇത് ഈ വർക്ക് തീരുന്നതിൻ്റെ ഉള്ളിൽ ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി ഡ്രൈവർമാർക്ക് ഇതൊരു ഇടുങ്ങിയ സ്ഥലമാണ്, പോകാൻ കഴിയാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കാനുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഈ കമ്പനി ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതിലും കൂടുതൽ വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞാലേ റോഡിന്റെ പണി വേണ്ട രീതിയിൽ പുരോഗമിക്കുകയുള്ളൂ. അതുവരെ പാതയിലൂടെ പോകുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യാൻ. ന്യൂസ് 18 തിരൂർ. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മലയാള സിനിമയുടെ ആവശ്യമാണെന്ന് നടൻ സുദേവ് നായർ പ്രതികരിച്ചു. മമ്മൂക്ക ഒരു മാതൃകയാണെന്നും ഇതുപോലൊരു അസുഖം വന്നവർക്ക് ജീവിതത്തിൽ തിരികെ വരാൻ കഴിയുമെന്ന് മമ്മൂക്ക തെളിയിച്ചതായി സംവിധായകൻ അജയ് വാസുദേവും ന്യൂസ് 18നോട് പറഞ്ഞു. മമ്മൂക്ക ഭയങ്കര
ഭയങ്കര ജനറസ് ആണ്. വെച്ചാൽ റിയൽ ലൈഫിലും പിന്നെ ആസ് എ കോ ആക്ടർ ഓൾസോ ഭയങ്കര ജനറസ് ആണ്. കോ ആക്ടറുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക. മമ്മൂക്കൊക്കെ ആ അവയർനെസ് ഉണ്ട്. മമ്മൂക്കയുടെ പ്രസൻസിൽ നമ്മളെല്ലാവരും ഒന്ന് ഇതാവും, ഒന്ന് കോഷ്യസ് ആയിരിക്കും. പക്ഷെ മമ്മൂക്കയുടെ ഒരു ചെറിയ എൻകറേജ്മെന്റ് മതി നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകാൻ. അങ്ങനെ ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര ഗിവിങ്, ഭയങ്കര ജനറസ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും ഇങ്ങനെ വരും. ഇയാൾ എപ്പോഴും ഉണ്ടാവണം, ഒരു പില്ലറായിട്ട് ഉണ്ടാവണമെന്ന്. ഇങ്ങനൊരു അസുഖം ഭയങ്കര ഡേഞ്ചറാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർക്ക് ഒരു വലിയ മെസ്സേജ് കൂടിയാണ്. എന്തായാലും ഇത് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ മമ്മൂക്കയുടേത് എന്നുള്ളതും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു മമ്മൂക്കയ്ക്ക്, വെൽക്കം ബാക്ക് കിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തംസപ്പൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. 2025 ദി ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ അവാർഡ് അപർണ കുറുപ്പിന്. ബെസ്റ്റ് എക്സലൻസ് ഇൻ ആങ്കറിംഗ് അവാർഡിനാണ് അപർണ കുറുപ്പ് അർഹയായത്. സൗത്ത് ഇന്ത്യൻ ന്യൂസ് ചാനലുകളിലെ മികച്ച പ്രകടനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷങ്ങളായി പുരസ്കാരങ്ങൾ നൽകി വരുന്ന ദി ന്യൂ ഇന്ത്യൻ ടൈംസ് അവാർഡിന് തുടർച്ചയായ 2ാം വർഷമാണ് ന്യൂസ് 18 കേരളം അർഹരാകുന്നത്. ഇന്ന് ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്ന അവാർഡ് നൈറ്റിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പുരസ്കാരം സമ്മാനിക്കും. തെരുവ് നായ്ക്കളെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന ദൈനംദിന വാർത്തകൾക്കിടെ വ്യത്യസ്തമായൊരു കാഴ്ച കാണാം. കൊച്ചി ഏരൂരിൽ ഒരു നായയുടെ ഓർമ്മയ്ക്കായി പ്രതിമയുണ്ടാക്കിയിരിക്കുകയാണ് പ്രദേശവാസികൾ. നായകളുടെ വിശ്വസതയെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ജപ്പാനിലെ ടോക്കിയോയിലെ ഹാച്ചിക്കോയാണ്. അതൊരു കഥയല്ല, അതൊരു റിയൽ സ്റ്റോറിയാണ്. യജമാനൻ പോയത് കാത്ത് അദ്ദേഹം മരിച്ചു പോയതറിയാതെ റെയിൽവേ സ്റ്റേഷനിൽ 9 വർഷം കാത്തിരുന്ന ഹാച്ചിക്കോ. ഹാച്ചിക്കോയുടെ പേരിൽ അവിടെയുള്ള ഒരു വലിയ ബ്രോൺസ് പ്രതിമ ആ നാട്ടുകാർ സ്ഥാപിക്കുകയും ആ നഗരം ഇപ്പോൾ ഹാച്ചിക്കോ ടൗൺ എന്നും അറിയപ്പെടുന്നു. ഇവിടെ കൊച്ചിയിലുമുണ്ട് അങ്ങനെ ഒരു ചെറിയ ഗ്രാമം, ഈ എൽദോയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമം. യാദൃശ്ചികമായി വന്നുപെട്ട ഒരു നായ നാട്ടുകാരുടെ പ്രിയങ്കരനായി. എൽദോ എന്നായിരുന്നു നാട്ടുകാർ അവനിട്ട പേര്. അതായത് 2011 എൽദോനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതായത് ആരോ ഈ നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇതിന് കിട്ടുമ്പോൾ ഒരു 6 മാസം പ്രായമുള്ളൂ. പൊറോട്ട, മുട്ട, പുട്ട്, പാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാണ് വലുതായത്. അതിന് പെട്ടെന്ന് വലുതായ എല്ലാവരോടും ഭയങ്കര ഇണങ്ങി. എൽദോ എന്ന പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഈ ജനാർദ്ദന് നിന്നെ സിനിമയിൽ എടുത്തിടാന്ന് പറഞ്ഞു. അത് എനിക്കപ്പോൾ അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ പേരിട്ട്. അതാ പേര് ഫേമസ് ആയി. നല്ല വീട്ടിലേക്ക് വെച്ച് നല്ല സന്തോഷത്തോടെ തന്നെ ഇട്ടത്. അടുത്ത ബേക്കറി കടയിലെ പാൽ കേക്കാണ് പ്രിയ ഭക്ഷണം. അങ്ങനെ ആ കേക്കിന് എൽദോ കേക്ക് എന്ന് പേരും വീണു. ഇവനെ കാണുമ്പോഴത്തേക്കും ഇവന് എന്താ കഴിക്കണേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഞാൻ പറയും ഈ ബിസ്ക്കറ്റ് കൊടുത്താൽ അവൻ കഴിച്ചോളൂ എന്ന് പറയും. അത് ഒന്ന് മേടിച്ച അങ്ങനെ ആ പേരെങ്ങനെ ആയിപ്പോയതാ, ആയിപ്പോയതാ. അപ്രതീക്ഷിത വേർപാടോടെ അവന്റെ ഓർമ്മകളെ ചേർത്ത് പിടിക്കാൻ നാട്ടുകാർ ഒരു പ്രതിമ സ്ഥാപിച്ചു. ടെറാക്കോട്ടയിലാണ് പ്രതിമ നിർമ്മിച്ചത്. ശരീരത്തിലെ പൊള്ളലേറ്റ ആ പാടായിരുന്നു അവന്റെ ഐഡന്റിറ്റി. ഇത്തിരി റിസ്ക്കിയാണ് 4 കാലിൽ നിർത്താനുള്ള ടെറാക്കോട്ടയുടെ വർക്കിന്റെ പൂർണ്ണമായിട്ടും സോളിഡായിട്ട് കാല് ചെയ്തു. പിന്നെ ഉള്ളിലെ ഭാഗം ബോഡി വരുമ്പോൾ ഹോളമാണ്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമിലറിറ്റി ഭയങ്കരമാണെന്ന് എല്ലാവരും കാണുന്നവർ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വർക്കായാലും രസമായിട്ടുണ്ട്. ഇതൊരു ഉദ്ദേശശാലിയല്ല, പുള്ളിയുടെ കിടപ്പ് സ്ഥലമാണ് ഇവിടെ സ്ഥിരം. അവരെല്ലാവരും സ്നേഹിക്കുന്നു, അവനതുപോലെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു. പുള്ളി പിള്ളേരോടാണ് കൂടുതലും. ഏരൂർ കൊഴിവെട്ടുംവെളി ബസ് സ്റ്റോപ്പിനടുത്തായി എൽദോയുടെ ഓർമ്മകൾ ഇനിയും തുടരും. എൽദോനെ 15 വർഷമാണ് ഇവിടുത്തുകാർ സ്വന്തം മകനെ പോലെ വളർത്തി പരിപാലിച്ചത്. ഈ നാട്ടുകാരുടെ കണ്ണിലെ നനവ് 4 മാസമായിട്ടും ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.